welcome to my YouTube channel. പൊടിക്കാറ്റാ നമുക്ക് ഇവിടെ എക്സിറ്റ് ആണോ? തൊട്ട് മുമ്പിൽ തന്നെ ഒന്നും കാണുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ബാക്കിൽ വന്ന് ആരും വിളിക്കരുത് പ്ലീസ്. നമ്മൾ കച്ചേരിക്കാട്ട് ഇറക്കിയാലോ? കുറച്ച് കഴിഞ്ഞ് നോക്കും നമ്മളെ വണ്ടി ഒന്നായിട്ട് മണലിങ്ങനെ മൂടും. അപ്പൊ നമ്മൾ ഭയങ്കര വൈബായിക്കും ഗായ്സ്. പൊടിക്കാറ്റ് നമ്മൾ കേട്ടിട്ടേ ഉള്ളു ഗായ്സ്, ഇത്രത്തോളം കണ്ടിട്ടില്ല ഗായ്സ്. ഇങ്ങനൊന്നും കണ്ടില്ല കേട്ടോ. എന്തോ ഒരുമാതിരി ഒലക്കമന പൊടിക്കാറ്റായി പോയി. നല്ല രസമുണ്ട്. വേറെ വണ്ടി കേൾക്കലൊന്നും ഇരിക്കുന്ന രസമുണ്ടാവും. എത്ര സ്പീഡ് പോണെന്നാ? ഭയങ്കര സംഭവം പ്രിയപ്പെട്ട ഗായ്സ്. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഗൈസ് നല്ല പൊടിക്കാറ്റായിരുന്നു. നമുക്ക് പുറത്തേക്ക് കാണാൻ പോലും പറ്റുന്നില്ലേനു, ഒന്നും കാണുന്നില്ലായിരുന്നു. പക്ഷെ എന്തൊക്കെയോ ചെറുതായിട്ട് കാണുന്ന ആ ഒരു ഇത് വെച്ചിട്ടാണ് പോകുന്നത്. നമുക്ക് കാറ്റ് കഴിച്ചിട്ട് മരങ്ങളൊന്നും ഇല്ല, മരങ്ങളൊക്കെ ഇങ്ങനെ പറന്നു പോണ പോലെ ഉണ്ട്. അത്രക്കും കാറ്റായിരുന്നു. സെറ്റ് ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇനി വേറൊരു സംഭവം വരാണ്ട്. അതാണ് ഏറ്റവും അടിപൊളിയായത് ഇത്രയും എക്സ്പീരിയൻസ് ചെയ്തതിൽ. നമ്മൾ ആക്ച്വലി ഇങ്ങനെ കാറ്റുണ്ടാവുന്നോ പൊടിക്കാറ്റുണ്ടാവുന്നോ ഒന്നും വിചാരിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു ട്രിപ്പ് പോലെ വന്നതായിരുന്നു. ആൻഡ് ഇത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പൊടിക്കാറ്റും ഇതേപോലത്തെ ഒരു ക്ലൈമറ്റും യുഎയിൽ നിന്നിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആൻഡ് അത് ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയി. ഇത് ഒരിക്കലും ഈ ഒരു ഡേ ഞാൻ ഒരിക്കലും മറക്കില്ല. അത്രക്കും അടിപൊളിയായിരുന്നു. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. കണ്ടോ, മഴ പെയ്യാൻ തുടങ്ങി. ഇത്രയും നേരം പൊടിക്കാറ്റിയിട്ട് പിന്നെ മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്ത് ഇറ്റ് ഈസ് ദി ബെസ്റ്റ് ഫീലിംഗ് എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ക്ലൈമറ്റ് വീണ്ടും പെട്ടെന്ന് വേറൊരു ക്ലൈമറ്റായി മാറി. പൊടിക്കാറ്റ് മാറി, ഇപ്പോൾ മഴയാ. മഴൻ്റെ ആ ഒരു ഗ്രേഷ് കളർ, ആ സ്കൈയിലുണ്ടാകുന്ന ഗ്രേഷ് കളർ, എനിക്ക് ഈ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സെറ്റ് ആയിരുന്നു. ഈ ഒരു സംഭവം ഞാൻ ഒരിക്കലും നമ്മൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ഒരു പൊടിക്കാറ്റ് ഫീൽ ചെയ്ത് ആ കാറ്റും ഇതൊക്കെ മാറി പിന്നെ നമ്മൾ വരുന്നത് മഴയിലേക്കായിരുന്നു. മഴ കാണുമ്പം ഒബ്വിയസ്ലി ആരായാലും മഴയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അതിലിറങ്ങി കളിക്കും. എങ്ങനായാലും അങ്ങനെ നമ്മളും വണ്ടി സൈഡാക്കിയിട്ട് മഴത്ത് കളിക്കാനുള്ള ഒരു തീരുമാനമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് അത് ഒരു സംഭവം തന്നെ ആയിരുന്നു. കാരണം ആ മഴ കൊണ്ട് പിന്നെയും കാറിൽ ഇരിക്കാന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിരുന്നു. എന്നാലും മഴ കൊണ്ടു. Now, this was the best part of the day. ഈ ഒരു വ്യൂ ആണ് ഇന്നത്തെ എൻ്റെ ബെസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. കാരണം ഐ വാസ് ഫീലിംഗ് ലൈക്ക് ഐ ഹാവ് ഗോൺ ടു അനദർ പ്ലാനറ്റ്. ഐ കുഡന്റ് ബിലീവ് മൈ ഐസ്. ശരിക്കും ഞാനൊരു വേറെ ഗ്രഹത്തിൽ പോയ ഫീൽ ഉണ്ടായിരുന്നു. കാരണം ലുക്ക് അറ്റ് ദിസ് പ്ലേസ്. ഓ മൈ ഗോഡ്, ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഡെസേർട്ട് ഏരിയ ഇത്ര മൗണ്ടൻ വ്യൂസിൽ കാണുമ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങൾ കാണുമ്പോഴും വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു പ്ലേസ് എവിടെ ആയിരിക്കും. ഓൾസോ ആ റെയിൻ വന്നുകൊണ്ടും ആ റെയിൻ്റെ ക്ലൈമറ്റും ആയിട്ട് മാച്ച് ചെയ്തപ്പോഴാണ് ഇത്ര മനോഹരമായിട്ടുള്ള വ്യൂ കിട്ടിയത്. യു കൻ സീ ഐ വാസ് സോ ഹാപ്പി അബൌട്ട് ദിസ് പ്ലേസ്.
വ്യൂവില് കുറെ സൂം ചെയ്ത് നോക്കിയാലോ അല്ലെങ്കിൽ സൂക്ഷിച്ച് നോക്കിയാലോ നിങ്ങൾക്ക് ഓരോ കാറുകൾ നിർത്തിയിട്ടതായിട്ട് കാണാൻ പറ്റും. അത് എനിക്കെന്തെങ്കിലും ചെറുതായിട്ട് കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. നോക്കിയാൽ കാണും, ചിലപ്പോൾ കാണും, ചിലർക്ക് കാണൂല, ചിലർക്ക് കാണും. അതേപോലെ ഇവിടെ ഞാൻ കൂടുതലും അറബ്സിനെ തന്നെ കണ്ടത്. അവര് ഡ്രിഫ്റ്റ് ചെയ്യാനും ഓരോ ഹോളിഡേ ആഘോഷിക്കാനൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാം ഓരോ കാറുകൾ ഡ്രിഫ്റ്റ് ചെയ്ത് ആ മേലെന്ന് താഴോട്ട് വരുന്ന ദൃശ്യങ്ങളൊക്കെ ആയിട്ട്. അതാണ് ശരിക്കും ബ്രെത്ത് ടേക്കിംഗ്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് തീരെ പേടില്ല എന്നുള്ളത് അപ്പൊ എനിക്ക് മനസ്സിലായി. ഓരോന്ന് മേലെന്ന് കുത്തനെയൊക്കെ താഴോട്ട് വരുന്നത്. ഞാൻ UAE വന്നതിന് ശേഷം കേട്ടോ എനിക്ക് കാറിനോട് ഒരു ഇഷ്ടം വന്നതും കാറിനോട് ചെറിയൊരു ഇഷ്ടം തോന്നിപ്പിച്ചതും UAE തന്നെയാണ്. ആൺകുട്ടികൾ ഇത്രമാത്രം കാറിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ ഡ്രിഫ്റ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്തു. അങ്ങനെ പൊടിക്കാറ്റും മഴയും ഡ്രിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മള് സൈഡാക്കിയതാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, മരുമ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ ഒരു വ്യൂ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. സൺസെറ്റ് ആരാണ് ഇഷ്ടപ്പെടാത്തത്? ഹലോ ഗായ്സ്. ഇവിടെ പള്ളീൻ്റെ അടുത്താണ് നിർത്തിയത്, പക്ഷെ അവിടെ സ്ത്രീകൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഒക്കെ എടുത്ത് അതാ അങ്ങോട്ട് തിരിയുന്നു. അതാണ് പള്ളി. അതാ ഞാൻ പള്ളി കാണിച്ചു തരുന്നുണ്ട്. അതാണ് പള്ളി. പിന്നെ ഞാൻ നിൽക്കുന്നത് കാറിന് മേലാണ്, അപ്പോൾ ആയതിനാൽ വീഴുമെന്നുള്ള പേടിയുണ്ട്, എന്നാലും വീഴരുത് എന്നുള്ള പോലെ വീഡിയോ എടുക്കുന്നത്. പിന്നെ കാറിലൊരു പായി ഉണ്ടായതുകൊണ്ട് പായി വിരിച്ചിട്ട് നമ്മൾ നിസ്കരിച്ചു കേട്ടോ. കാരണം നമുക്കും അവിടെ നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു, പക്ഷെ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ പായി വിരിച്ചിട്ട് നമ്മൾ നിസ്കരിച്ചു അവിടെ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഡെസേർട്ട് സഫാരി ആയിരുന്നു. ഡെസേർട്ട് സഫാരി രാത്രി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങുന്നല്ലാതെ പുറത്തുനിന്ന് ഒരു വ്യൂ ഉണ്ടാവില്ല, നമുക്ക് പുറത്തൊന്നും കാണാൻ പറ്റില്ല. ഈ ഒരു ലൈറ്റ്, ഈ ഒരു ഹെഡ്ലൈറ്റിന് മാത്രം ഇങ്ങനെ നോക്കി അത് അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാന്നല്ലാതെ ഒരു കുന്തം മനസ്സിലായിട്ടില്ല. പക്ഷെ ആ റൈഡ് അടിപൊളിയായിരുന്നു. لو حرب جاية والله ما بتاعي. And there my first desert safari came to an end. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ. ഓൾസോ സബ്സ്ക്രൈബ്. Thank you for watching my video. Until then, bye. Bye-bye. Take care.